ലൈവിൽ ജിസേലും ആര്യനും കൂടി സംസാരിക്കുകയാണ്. ആര്യൻ പറയുന്നുണ്ട്, എന്നോട് ഇവർ പറയാറുണ്ട് നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ല, ഗെയിം കളിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഞാനെന്തോ ടാസ്കിന് സംസാരിച്ചിട്ടില്ലയോ, ഇവിടെ സ്റ്റോറി പറയാൻ നിന്നിട്ടില്ലയോ, പിന്നെന്തുവാ എനിക്ക് അറിഞ്ഞൂടാന്ന് ഇവർ പറയുന്നത്. അത് ഇപ്പം അറിയില്ല എന്ന് പറയുന്നത് ഇവരുടെ ഗെയിമാണത്, അതാണ് അവരുടെ ഗെയിം എന്ന് ആര്യൻ ജിസേലിനോട് പറയുന്നു. ഞാൻ ഈ കാണിക്കുന്ന ഡാൻസ്, ഈ കോമാളിത്തരങ്ങൾ, അതൊക്കെ എൻ്റെ ഇഷ്ടം, അതൊക്കെ എൻ്റെ ഗെയിം, എനിക്കിഷ്ടമുള്ളതുപോലെ കാണിക്കും. അതൊന്നും ഇവരാരും പറയേണ്ടുന്ന ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്നാൽ നമുക്ക് വേറൊരാളുടെ ആവശ്യമില്ല എന്ന് ആര്യൻ ജിസേലിനോട് പറയുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം നാളെ പോയെന്ന് പറഞ്ഞാൽ നീ ഒറ്റയ്ക്കാണെങ്കിൽ നീ ഫൈറ്റ് ചെയ്ത് നിൽക്കത്തില്ലേ, അല്ലാതെ നീ ഇങ്ങനെ തൂങ്ങിയിരിക്കത്തില്ലല്ലോ, നീ ഫൈറ്റ് ചെയ്ത് നിൽക്കത്തില്ലേ എന്ന് ആര്യൻ ജിസേലിനോട് ചോദിക്കുന്നുണ്ട്. ആ ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി വന്നാൽ മതി, അത്രയേ ഉള്ളൂ. ടാസ്ക് ആയാലും സംസാരിക്കുന്നതായാലും. ഇന്ന് രാവിലെ ഞാനാണ് അക്ബറിൻ്റെ ക്യാപ്പ് അടിച്ചു മാറ്റിയതെന്ന് ആര്യൻ ജിസേലിനോട് പറയുന്നത്. അപ്പോൾ ജിസേൽ ചോദിക്കുന്നത്, നീയാണോ അത് അടിച്ചു മാറ്റിയത്? ആ അതെ, ഞാൻ തന്നെ. അപ്പം നോക്കി അവനങ്ങ് ഡൗണായിപ്പോയി, അക്ബർ അങ്ങ് ഡൗണായി എന്ന് ആര്യൻ പറയുകയാണ്. എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാൻ ഇവിടെ വന്നെന്നും പറഞ്ഞിട്ട് മാറാൻ പോകുന്നുണ്ടോ എന്ന് ആര്യൻ ജിസേലിനോട് ചോദിക്കുന്നുണ്ട്. First 20 days നമ്മൾ അറിഞ്ഞില്ല. Correct. We were so stressed out, we didn't realize. സമയം പോയി അല്ലേ? ഇനി നീ അക്ബറിനെ നിഷാർത്തിനെ കാണുമ്പോൾ നീ പറയണം, എടാ വൈൽഡ് കാർഡ് പലതും പറയും, ചിലപ്പോൾ നീ പുറത്ത് ഏറ്റവും മോസ്റ്റ് ഹേറ്റഡ് മാൻ ഇൻ കേരള ആയിരിക്കും. അതിന് പറഞ്ഞാൽ നമ്മളത് എഫക്റ്റ് ആയാൽ നമ്മുടെ ഗെയിമിനെ എഫക്റ്റ് ആവുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ക്ലൂസ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ബിഗ് ബോസ് ഒരു ക്ലൂ തന്നു, അക്ബർ നീ കുറച്ച് ചൂടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ചൂടാവുന്ന ലെവൽ ഒരെണ്ണം കുറയ്ക്കണം. ആര്യൻ നീ തമാശ കുറച്ച് കൂടുക. ഞാൻ പറഞ്ഞു എൻ്റെ തമാശ നിർത്തൂല, ഒരു ലെവൽ താഴെയാക്കും, അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് പോകണം. ക്ലൂ കിട്ടുമ്പോൾ ആൾക്കാരുടെ മെന്റാലിറ്റി ചേഞ്ച് ആവും. നീ ഹീറോ ആണെങ്കിൽ നിനക്ക് നാളെ സീറോ ആവാം, നീ നാളെ സീറോ ആണെങ്കിൽ ആർക്കാണെങ്കിൽ ഹീറോ ആവാം. അപ്പൊ നമ്മൾ എന്തിനാ എഫക്റ്റ് ആവണത്? നമ്മുടെ പരമാവധി എഫേർട്ട് തരാം. ടാസ്ക് വരുമ്പോൾ കൊന്നുക, പ്ലേ ലൈക്ക് മാഡ്. ഓക്കെ, സ്റ്റോറി പറയാകുമ്പോൾ ടെൽ യുവർ സ്റ്റോറി വിത്ത് യുവർ ഹാർട്ട്. ഓരോരുത്തടുത്ത് വരുമ്പോൾ അതും നിങ്ങളുടെ ഹാർട്ടിൽ നിന്ന് എല്ലാ കഥകളും എല്ലാ സംസാരങ്ങളും ഫുൾ എഫേർട്ടിൽ പറയാം. ബാക്കി നിങ്ങളുടെ ലക്കും പുറത്തേക്ക് തന്നെ അതിൽ വിടാം. ഞാൻ അത് മാറ്റി കാരണം വെച്ചാൽ